ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്റെ രചനയാണ് ബുർദബൈത്ത് എന്ന് പറയുന്നത്. ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്റെ ഖബർ ഉള്ളത് ഈജിപ്തിലാണ്. ബൂസൂരി ഇമാമിന്റെ ഖബറിന്റെ ഏകദേശം അടുത്തായി അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഖബറുണ്ട്. അബുൽ അബ്ബാസുൽ മുർസി എന്നാണ് ഉസ്താദിന്റെ പേര്. അവിടെ ഏറ്റവും അറിയപ്പെട്ട ഖബർ അബുൽ അബ്ബാസുൽ മുർസിയുടെ ഖബറാണ്, ഉസ്താദിന്റെ ഖബറാണ്. അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ലോകത്തറിയപ്പെട്ടിരുന്ന വലിയൊരു വലിയായിരുന്നു. ഷാദുലി ത്വരീഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖുമായിരുന്നു അബുൽ അബ്ബാസുൽ മുർസി. വലിയ കറാമത്തിന്റെ ഉടമയാണ്. ഒരിക്കലേ ഈജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് വലിയൊരു കച്ചവടക്കാരൻ ഒരു കപ്പൽ നിറയെ അടിമകളെ ഈജിപ്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ പെട്ടെന്ന് അപകടമുണ്ടായി. കപ്പൽ തകരാനൊരുങ്ങി. കപ്പൽ പൊളിഞ്ഞ് വെള്ളം കയറിയിട്ട് ആകെ പ്രശ്നമായി. ആ സമയത്ത് കച്ചവടക്കാരൻ മനസ്സിലൊരു നേർച്ച ചെയ്തു, ഈ കപ്പൽ രക്ഷപ്പെട്ട് അടിമകൾ കരയിലെത്തിയാൽ അബുൽ അബ്ബാസുൽ മുർസിക്ക് ഒരു അടിമയെ കൊടുക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുമ്പോ മനസ്സിലുള്ളത് യാഖൂത്തുൽ അർശ് എന്ന് പറഞ്ഞൊരു അടിമണ്ട്, ആ അടിമനെ കൊടുക്കാം എന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. കപ്പൽ രക്ഷപ്പെട്ടു. കപ്പൽ ഈജിപ്തിലെത്തി, കരയിലെത്തി നോക്കുമ്പോ ഈ യാഖൂത്തുൽ അർശ് എന്ന് പറഞ്ഞ കൊടുക്കാൻ വിചാരിച്ച ആളെ അടിമന്റെ മേത്ത് ശരീരത്തിൽ മൊത്തം ചൊറി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ചൊറിയുള്ള അടിമനെ കൊണ്ടേ കൊടുക്കാനാവില്ല എന്ന് കരുതിയിട്ട് വേറൊരു അടിമനെ കൊണ്ടുപോയിട്ട് അബുൽ അബ്ബാസുൽ മുർസിന്റെ അടുത്തേക്ക് ചെന്നു. കണ്ടേക്കിന് തന്നെ അബുൽ അബ്ബാസുൽ മുർസി പറഞ്ഞു, ഈ അടിമനല്ലല്ലോ എനിക്ക് തരാൻ കരുതിയത്, കരുതിയ അടിമനെ കൊണ്ടുവരാറ്. അതിന് മുമ്പ് അങ്ങോട്ട് തന്നെ പോയിട്ട് ചൊറിയുള്ള അടിമനെ കൊടുന്നു. യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കൊടുന്നു, അടിമനെ കൊടുന്നു എടുത്തു. അബുൽ അബ്ബാസുൽ മുർസി ആ അടിമയെ മോചിപ്പിച്ചു സ്വതന്ത്രനാക്കി. യാഖൂത്തുൽ അർശ് അബുൽ അബ്ബാസിന്റെ ശിഷ്യനായി മാറി. അബുൽ അബ്ബാസുൽ മുർസി വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഷാദുലി ത്വരീഖത്തിന്റെ ഖലീഫയായത് ഈ യാഖൂത്തുൽ അർശാണ്. അബുൽ അബ്ബാസുൽ മുർസിയുടെ ഖബറിന്റെ തൊട്ടടുത്ത് യാഖൂത്തുൽ അർശിന്റെ ഖബറുണ്ട്. യാഖൂത്തുൽ അർശിന്റെ അബുൽ അബ്ബാസുൽ മുർസിയുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. ജീവിതകാലം മുഴുവൻ ഉസ്താദിന് ഖിദ്മത്തെടുത്തു. അവസാനം ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് ശിഷ്യനോടൊരു ചോദ്യം ചോദിച്ചു, മോനെ, നിനക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം ബൂസൂരി പറഞ്ഞു, എനിക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതണം. ആ കവിതയെ ഖിയാമത്ത് നാൾ വരെ മറ്റൊരാൾ മറികടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് നബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ട് ഒരു കവിത എഴുതണം. ആ കവിതയെ മറികടക്കുന്ന ഒരു കവിത ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ മറ്റൊരാൾ എഴുതാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ അബുൽ അബ്ബാസുൽ മുർസി ദ്വാരന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയതാണ് ബുർദബൈത്ത് എന്ന് പറഞ്ഞത്. അനുബന്ധമായ കുറെ കാര്യങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പറയത് ഗുരുനാഥന്മാരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മളെ ഗുരുനാഥന്മാരെ ഓർമ്മയില്ല. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇൽമു പഠിച്ച ആളാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 4000 ഉസ്താദുമാർ കേട്ടോ. നമുക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരില്ല. മര്യാദക്കൊരു 4 ഉസ്താദുമാര് നമുക്കില്ല. 4000 ഉസ്താദുമാരുടെ ഗുരു ശിഷ്യനായിരുന്നു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയാക്കി ദുൽഹിജ്ജ മാസത്തിലാണ്. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയായത് ദുൽഹിജ്ജ മാസത്തിലാണ്. ഇപ്പൊ നമ്മൾ ദുൽഹിജ്ജയിലല്ലേ, ഈ ദുൽഹിജ്ജ മാസം രചന പൂർത്തിയായതിനു ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തു. ഈ കിതാബുമായി മദീനയിലെ റൗള ഷരീഫിന്റെ അടുക്കൽ ചെന്നു നിൽക്കുക.
അങ്ങനെ നബി തങ്ങൾ യഖ്ദത്തിലോ ഉണർച്ചയിലോ ഉറക്കിലോ എന്നെ വിളിക്കുമ്പോ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗള ശരീഫിലേക്ക് സലാം പറഞ്ഞു കയറണം. അതായിരുന്നു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനമായി തീരുമാനിച്ചത്. അങ്ങനെ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗള ശരീഫിന്റെ പരിസരത്ത് ചെന്ന് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ദിവസങ്ങളോളം നിന്നു. നബി തങ്ങൾ വിളിച്ചില്ല. വിളിച്ചാലേ കയറുള്ളൂ, കയറിയിട്ടേ മടങ്ങുള്ളൂ എന്ന് തീരുമാനിച്ചു. വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ, കയറിയിട്ടേ നാട്ടിക്കൊള്ളൂ എന്ന് തീരുമാനിച്ച് അവിടെ നിന്നു. അവസാനം നബി തങ്ങൾ വിളിച്ചു. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗള ശരീഫിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറി. അന്ന് ഇമാം ബുഖാരി നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയാണ് മദീനയിലെ റൗളയുടെ അടുത്ത് കാണുന്ന മസ്ജിദുൽ ബുഖാരി എന്ന പേരായ പള്ളി. ഗുരുനാഥന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മഹാനായ അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു 4 മദ്ഹബുകളിലെ ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. ഉസ്താദിന്റെ വീടിന്റെ നേരല്ല, ഉസ്താദിന്റെ നേരല്ല, ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടിയിരുന്നില്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീട് കഴിഞ്ഞ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. അത്രയും വലിയ ആദരവും ബഹുമാനവും ഗുരുവിന് നൽകിയിരുന്നു. പറയണ്ടായ കാരണം പിന്നെ ഗുരുനാഥന്മാരോടുള്ള ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട്